ഈ ആഴ്ചയിൽ നിങ്ങൾ അറിയേണ്ട വാർത്തകൾ. ഈ ആഴ്ചയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ലൈഫ് മിഷൻ പദ്ധതി. എന്താണ് ലൈഫ് മിഷൻ പദ്ധതി? LDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് ലൈഫ് മിഷൻ അഥവാ എല്ലാവർക്കും സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി അഥവാ ലൈഫ് മിഷന്റെ ഉദ്ദേശം. ഫെബ്രുവരി 29-നാണ് ലൈഫ് മിഷൻ പദ്ധതി വഴി സർക്കാർ 2.14 ലക്ഷം വീടുകൾ യാഥാർത്ഥ്യമാക്കിയെന്ന പ്രഖ്യാപനം വന്നത്. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ വിവാദങ്ങൾ ഉടലെടുക്കുകയായിരുന്നു. കഴിഞ്ഞയാഴ്ചയിൽ രാജ്യമൊട്ടാകെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് കാർഷിക ബിൽ. എന്താണ് ഈ കാർഷിക ബിൽ? എന്തുകൊണ്ടാണ് ബില്ലിനെതിരെ ഇത്രയധികം പ്രതിഷേധങ്ങൾ നടക്കുന്നത്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതും വിളകൾക്ക് മികച്ച വില ഉറപ്പു നൽകുന്നതുമാണ് പുതിയ കാർഷിക ബില്ലുകൾ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെങ്കിലും ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിന് പ്രതിപക്ഷ പാർട്ടികളെ പ്രേരിപ്പിക്കുന്നത് ഒന്നിലധികം ബില്ലുകളാണ്. കാർഷിക വിള വിപണന വാണിജ്യ ബിൽ 2020, വില ഉറപ്പാക്കുന്നതിനും കാർഷിക സേവനങ്ങൾക്കുള്ള കാർഷിക കരാർ 2020 എന്നിവയാണ് കേന്ദ്രം ലോക്സഭയിൽ ഒരുമിച്ച് അവതരിപ്പിച്ചത്. ഈ വർഷം ഇതേ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 2 ഓർഡിനൻസുകൾക്ക് പകരമാണ് ഈ പുതിയ ബിൽ. ബില്ലിനെ പറ്റി കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണ്? കാർഷിക വിളകൾക്ക് മികച്ച വില ഉറപ്പാക്കാനും ചൂഷണം ഒഴിവാക്കാനും സഹായിക്കുന്നതാണ് പുതിയ ബില്ലുകൾ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. രണ്ടാമത്തെ ബിൽ കർഷകർക്ക് വിളകൾ വാങ്ങുന്ന സ്ഥാപനങ്ങളുമായി കരാറിൽ ഏർപ്പെടാൻ സ്വാതന്ത്ര്യം നൽകുന്നതാണ്. ഉൽപാദനം മെച്ചപ്പെടുത്താൻ കൂടുതൽ മാർഗങ്ങൾ സ്വീകരിക്കാനോ വിളകൾക്ക് മികച്ച വില ലഭിക്കാനായി വിലപേശാനോ ശേഷിയില്ലാത്ത 86% വരുന്ന ചെറുകിട കർഷകരെ സഹായിക്കുന്നതാണ് പുതിയ ബിൽ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. വിളകളുടെ ഉൽപാദനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിളകൾ വാങ്ങുന്ന സ്വകാര്യ കമ്പനികളുമായി കരാറിൽ ഏർപ്പെടാനും വില നിശ്ചയിക്കാനും പുതിയ ബിൽ കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാർഷിക ബില്ലുകൾക്കെതിരെ ഇത്രയധികം പ്രതിഷേധങ്ങൾ ഉയരുന്നത്? കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി സംഭരിക്കുകയും പൊതുവിതരണ സംവിധാനം വഴി അത് വിതരണം ചെയ്യുകയുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന രീതി. എന്നാൽ പുതിയ ബില്ലുകളുടെ വരവോടെ ഈ സംവിധാനം അവസാനിക്കുമെന്നതാണ് ഉയരുന്ന ആരോപണം. പതിറ്റാണ്ടുകളായി നിലവിലുള്ള താങ്ങുവില ഇല്ലാതാകുമെന്നതാണ് കർഷക സംഘടനകളുടെ ആശങ്ക. കോർപ്പറേറ്റ് കമ്പനികൾക്ക് കർഷകരെ ചൂഷണം ചെയ്യാൻ ഇത് വഴിയൊരുക്കുമെന്നാണ് പ്രതിപക്ഷ സംഘടനകളും ആരോപിക്കുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ച കേസിൽ പ്രതികളെല്ലാവരും കുറ്റവിമുക്തർ. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന കോടതി. ലക്നൌവിലെ പ്രത്യേക CBI കോടതിയാണ് കേസിൽ വിധി പുറപ്പെടുവിച്ചത്. 28 വർഷം നീണ്ട ബാബറി മസ്ജിദ് കേസിൽ വിധി പുറപ്പെടുവിച്ചത് ലക്നൌ പ്രത്യേക CBI കോടതിയാണ്. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും അതുകൊണ്ട് എല്ലാ പ്രതികളെയും വെറുതെ വിടുന്നുവെന്നും കോടതി വിധിച്ചു. ഗൂഢാലോചന കേസ് തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞില്ലെന്നും പള്ളി തകർത്തത് ആസൂത്രിതമായല്ലെന്നും പറഞ്ഞ കോടതി CBI മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും തള്ളുകയായിരുന്നു. കേസിൽ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി എന്നിവരുൾപ്പെടെ 32 പ്രതികളെയാണ് കേസിൽ വെറുതെ വിട്ടത്. 28 വർഷം നീണ്ടുനിന്ന ബാബറി മസ്ജിദ് കേസിനാണ് ഇതോടെ അന്ത്യമാകുന്നത്. സെപ്റ്റംബർ 25-ന് ഗായകൻ SP ബാലസുബ്രഹ്മണ്യം അന്തരിച്ചു. വിടവാങ്ങിയത് തെന്നിന്ത്യയിലെ ഇതിഹാസ ഗായകൻ. ചെന്നൈ MGM ഹെൽത്ത് കെയർ സെന്ററിൽ വെച്ചായിരുന്നു അന്ത്യം. കോവിഡ് ബാധിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത്. ഗായകൻ, സംഗീത സംവിധായകൻ, നടൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ തെന്നിന്ത്യയെ മറികടന്ന് ലോകപ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹം. തെന്നിന്ത്യൻ ഭാഷകൾ, ഹിന്ദി എന്നിവയുൾപ്പെടെ 16 ഇന്ത്യൻ ഭാഷകളിൽ 40,000-ലധികം പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. 6 ദേശീയ പുരസ്കാരങ്ങളും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ 25 നന്ദി പുരസ്കാരങ്ങളും കലൈമാമണി, കർണാടക, തമിഴ്നാട് സർക്കാരുകളുടെ പുരസ്കാരങ്ങൾ എന്നിവയും ലഭിച്ചിട്ടുണ്ട്. ബോളിവുഡ്, ദക്ഷിണേന്ത്യൻ ഫിലിം ഫെയർ പുരസ്കാരങ്ങളും ലഭിച്ചിരുന്നു. ഇന്ത്യൻ സിനിമയ്ക്കായി നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2012-ൽ NTR ദേശീയ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ പാലാരിവട്ടം പാലം പുതുക്കിപ്പണിയണമെന്ന് സുപ്രീം കോടതി ഉത്തരവ്. വലിയ വിവാദങ്ങൾക്കും കോളിളക്കങ്ങൾക്കും ശേഷം പാലാരിവട്ടം പാലം പൊളിച്ചു തുടങ്ങി. ഭാരപരിശോധന നടത്തി അറ്റകുറ്റപ്പണി നടത്തിയാൽ മതിയോ എന്ന് പരിശോധിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയാണ് പുതിയ വിധി പുറപ്പെടുവിച്ചത്. ഇന്ത്യയിൽ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള 15 വ്യക്തികളിൽ ഒരാൾ കോവിഡ് ബാധിതൻ. 2ാം സീറോ സർവേയുടേതാണ് കണ്ടെത്തൽ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ് സീറോ സർവേ നടത്തിയത്.
ചേരികളിലും ചേരികളല്ലാത്ത പ്രദേശങ്ങളിലും ഗ്രാമീണ മേഖലയേക്കാൾ കൂടുതൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയതായി ICMR ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവ അറിയിച്ചു. UN പൊതുസഭയിൽ ഇമ്രാൻഖാന്റെ പ്രസംഗം നിഷേധിച്ച് ഇന്ത്യ. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തി പ്രസംഗിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ പ്രതിനിധി മിജിതോ വിനിതോ ഇറങ്ങിപ്പോയത്. 33 തസ്തികകളിൽ PSC വിജ്ഞാപനം ഒക്ടോബർ 21 വരെ അപേക്ഷിക്കാൻ അവസരമുണ്ട്. വനിതാ സിവിൽ പോലീസ് ഓഫീസർ, സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത്.